നമസ്തേ. ഞാൻ ശ്രീരേഖ. കമ്പനി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ആഹ്, ഞാൻ മൈലാഞ്ചി മാത്രം തേച്ചത് കേട്ടോ. മൈലാഞ്ചി ഇണ്ടോ? അപ്പൊ നമുക്ക് മാറി മാറി തേക്കാം ട്ടോ. ഒന്നില്ലെങ്കിൽ നെല്ലിക്കപ്പൊടി, അല്ലെങ്കിൽ മൈലാഞ്ചിപ്പൊടി, അല്ലെങ്കിൽ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടൊക്കെ തേക്കാം ട്ടോ. പിന്നെ ഫസ്റ്റ് പാക്ക് തേച്ച് അന്ന് തന്നെ നമ്മൾ സെക്കൻഡ് പാക്ക് തേക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പൊ ഈ ഫസ്റ്റ് പാക്ക് തേച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബ്രൗൺ കളറാകും മുടിക്ക്. ഗ്രേ കളറായവരുടെ മുടി ഈ മൈലാഞ്ചിയും നെല്ലിക്കപ്പൊടിയൊക്കെ തേച്ച് കഴിയുമ്പോൾ ബ്രൗൺ ആവും. അപ്പോ ആ ബ്രൗണില് നമ്മള് ഇൻഡിഗോ പൗഡർ വയലറ്റ് ആണല്ലോ. അതാണ് നീലാംബരി എന്ന് പറയുന്നത്. അപ്പൊ ഈ വയലറ്റും ബ്രൗണും കൂടി ചേരുമ്പോഴാണ് ബ്ലാക്ക് ആവുന്നത്. അപ്പൊ നമ്മൾ അന്ന് തന്നെ തേക്കുകയാണെങ്കിൽ കളറ് നഷ്ടപ്പെടാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും. അല്ലേ? ഇത് കേറി പിടിച്ചോളും ബ്രൗണില് ഈ വയലറ്റ്. അപ്പൊ നല്ല ബ്ലാക്ക് ആവും. പിറ്റേ ദിവസമൊക്കെ ആവുമ്പോൾ വാഷ് ചെയ്ത് അങ്ങ് പിറ്റേ ദിവസം തേക്കുന്നവരുണ്ട്. നിവൃത്തിയില്ല. തലവേദനയുണ്ട് രണ്ടും കൂടി തേക്കുമ്പോൾ ഒന്ന് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പാക്ക് ആദ്യത്തെ ദിവസം തേച്ചിട്ട് സെക്കൻഡ് പാക്ക് സെക്കൻഡ് ഡേ തേക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഒറ്റ ദിവസം തന്നെ വേണമെങ്കിലും തേക്കാം. അപ്പൊ എന്താ വെച്ചാൽ ബ്രൗൺ കളർ കൂടി ഇരിക്കുമല്ലോ. ബ്രൗൺ തലമുടിയിൽ ബ്രൗൺ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് കയറി ഇത് ഇൻഡിഗോ പൗഡർ ആ ബ്രൗൺ ആയിട്ട് പിടിച്ചിട്ട് നല്ല ബ്ലാക്ക് കളറാവും. അപ്പൊ അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് കേട്ടോ. ചെറിയ ഈർപ്പൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ഫസ്റ്റ് പാക്ക് ഇട്ടിട്ട് മുടി വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ ഈർപ്പത്തോടു കൂടി സെക്കൻഡ് പാക്ക് നിങ്ങൾക്ക് തേക്കാവുന്നതാണ് കേട്ടോ. ഇനി രണ്ട് പാക്കും തേക്കാൻ ബുദ്ധിമുട്ടാണ്, സമയമില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനും വിരോധമില്ല കേട്ടോ. പക്ഷെ പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ ഇതുപോലെ വെറും വെള്ളത്തിലെ വാഷ് ചെയ്യാവൂ കേട്ടോ. സോപ്പ് ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ആ ബ്രൗൺ കളർ നഷ്ടപ്പെടും. പിന്നെ കൂടാതെ ഇന്നലെ പറഞ്ഞ പോലെ കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയും ആമ്പലപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് തേയില വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പുതിയ ആൾക്കാർ കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് അത് ഫസ്റ്റ് പാക്കായിട്ട് അപ്ലൈ ചെയ്യുക. തലമുടിയിലും ഇവിടെ മുടിയിലൊക്കെ ധാരാളം നമുക്ക് തന്നെ സെൽഫായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞ് ഒന്ന് കെട്ടി വയ്ക്കാം. ആ ചെറിയ ഈർപ്പത്തോടു കൂടി തന്നെ സെക്കൻഡ് പാക്കും ചെയ്യാം. നീലാംബരി എന്തിനാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് സംശയം ചോദിച്ചിരുന്നു കേട്ടോ. വെറും വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ. പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. അതിന് ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല കേട്ടോ. ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെറും വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കയ്യിൽ അന്ന് തേക്കുന്നവർ കയ്യിൽ ഗ്ലൗസ് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ആ ബ്രൗൺ എന്തായാലും മൈലാഞ്ചിയുടെ കറ നമ്മുടെ കയ്യിലാവും. അപ്പോൾ ഇൻഡിഗോ പൗഡറും കൂടി ആവുമ്പോൾ നമ്മുടെ കൈ നല്ല ബ്ലാക്ക് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടിട്ട് ഗ്ലൗസ് ഇട്ട് ചെയ്യണതായിരിക്കും നല്ലത് കേട്ടോ. ഇത് മുടി വളരും, നമുക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും കേട്ടോ മുടിക്ക്. യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ല. കാരണം ഇത് ആയുർവേദമാണല്ലോ. അതെ. അപ്പൊ ഈ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇതുപോലെ ഈ നമ്മൾ ഡൈ ചെയ്യുന്നവർക്കും പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ട്ടോ. ഡൈ ചെയ്ത് പിറ്റേ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പാക്ക് തുടങ്ങാം ട്ടോ. അത് ഈ ജെല്ലായിട്ടും അതുപോലെ ചെറിയ ഓയിലൊക്കെ ആയിട്ടും നമുക്ക് ചെയ്യാം. അപ്പൊ എന്നോട് വേറൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹെയർ ഡൈ കഴിഞ്ഞിട്ട് തേക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടിപ്പ് ഏതാണെന്ന് ചോദിച്ചു. ഹെയർ ഡൈ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലാത്തവർക്കും നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ കറ്റാർവാഴ പ്ലസ് ഒലിവ് ഓയിൽ കേട്ടോ. ഈ കറ്റാർവാഴയും ഒലിവ് ഓയിലും കൂടി എടുത്തിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും. ഒന്നുകൂടി ബ്ലാക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. മുടിയും വളരും, കളറും കിട്ടും കേട്ടോ. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. നമ്മൾ കുറച്ച് കയ്യിലെടുത്താലും മതി ഒലിവ് ഓയിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ലീഫ് കട്ട് ചെയ്തെടുക്കാം. ലീഫിൻ്റെ ആ തൊലി കളയാം. എന്നിട്ട് അതോടുകൂടി തന്നെ നമുക്ക് ഈ ജെല്ല് ഈ ഒലിവ് ഓയിൽ മുക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. തലോട്ടിലും മുടിയിലും ഒക്കെ നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞിട്ട് കെട്ടി വെച്ചാൽ മതി. നല്ല ബ്ലാക്ക് ആയിരിക്കും കേട്ടോ. അങ്ങനെ റിസൾട്ട് കിട്ടിയവരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ ട്രൈ ചെയ്തു റിസൾട്ട് കിട്ടിയവരുണ്ട്. അപ്പം ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യാം. ഇതുപോലെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആയുർവേദ ചെടികൾ ഉപയോഗിച്ചിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അത് ചെയ്യാം കേട്ടോ. പാക്ക് ഉപയോഗിച്ച് ചെയ്യാം. 2 ദിവസം ജെല്ലാണെങ്കിൽ ജെല്ലുകൾ പലതരത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ജെല്ല് ഹൈബിസ്കസിൻ്റെ ജെല്ലുണ്ട്, ഫ്ലാക്സീഡ് ജെല്ലുണ്ട്, അങ്ങനെ ഒരുപാട് ജെല്ലുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കറ്റാർവാഴ ജെല്ലുണ്ട്, പിന്നെ ഉലുവ പ്ലസ് ഫ്ലാക്സീഡിൻ്റെ ജെല്ലുണ്ട് കേട്ടോ. പിന്നെ ചെമ്പരത്തി പ്ലസ് ഫ്ലാക്സീഡിൻ്റെ ജെല്ല്, ഇങ്ങനെ പലതരം ഉണ്ടാക്കുന്നതും കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിലുണ്ട്, കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടി നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാതെ ധാരാളം മുടി വളരുന്നത് നമുക്ക് അനുഭവപ്പെടും കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ പാക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. പിന്നെ നെല്ലിക്കപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ പേസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിയിലുള്ള അഴുക്കുകളാണെങ്കിലും പോകും. നമുക്ക് വേറെ തരത്തിലുള്ള കെമിക്കൽസ് ചേർന്ന സോപ്പോ അതുപോലെ ഈ ഷാമ്പൂവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് കേട്ടോ. അതിനെക്കുറിച്ച് എന്നോട് ഒന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അത് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കളർ പച്ച. ഇത് മിക്കവർക്കും അറിയാവുന്നതാണ് വിറ്റാമിൻ ഇ ക്യാപ്സൂള്. അപ്പോൾ ഇത് മുടി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 2ഓ 3ഓ എടുക്കാം കേട്ടോ. 2ഓ 3ഓ എടുത്തിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂള് നമുക്ക് തന്നെത്താനെ ഇത് തനിയെ എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. തലോട്ടിലും അതുപോലെ മുടി കൊഴിഞ്ഞു പോകുന്നിടത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം വിറ്റാമിൻ ഇ ക്യാപ്സൂള് കേട്ടോ. ഒരു ആഴ്ചയിൽ ഒരു 3 തവണ നമുക്കിത് ചെയ്യാം. ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ടായിരിക്കും. ഇനിയിപ്പോൾ കുറച്ചുകൂടി കൂടുതൽ തേക്കണം എന്നുള്ളവർ ഒലിവ് ഓയിൽ എടുക്കാം. ഒലിവ് ഓയിലിൻ്റെ കൂടെ ഈ 3 ക്യാപ്സൂൾ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എണ്ണയാണ്. അപ്പോൾ ഈ എണ്ണ പൊട്ടിച്ച് ഒലിവ് ഓയിലിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എണ്ണ കൂടുതൽ കിട്ടും. ഇത് ചിലപ്പോൾ 3ഓ 4ഓ ഒക്കെ വേണ്ടി വരും കൂടുതൽ തേക്കണം എന്നുള്ളവർക്ക്. അപ്പോൾ ഒലിവ് ഓയിൽ എടുത്തിട്ട് അതിനകത്തേക്ക് 3ഓ 4ഓ ഇത് ക്യാപ്സൂൾ ഒഴിക്കാം എണ്ണ കേട്ടോ. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് തലമുടിയിലും തലോട്ടിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാം. മുടി ധാരാളം വരും കേട്ടോ. വിറ്റാമിൻ ഇ ആണ്. അപ്പോൾ മുടി ധാരാളം വരും. പിന്നെ സ്കിന്നിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സ്കാൽപ്പും നല്ല ഹെൽത്തി ആയിട്ട് വരും. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആണ് കേട്ടോ. വിറ്റാമിൻ ഇ ഇയോൺ ക്യാപ്സൂൾ എന്ന് പറയും. ഞാൻ ഇതിൻ്റെ വേറെ പാക്ക് പറഞ്ഞിട്ടുണ്ട്. വിറ്റാമിൻ ഇ ക്യാപ്സൂള് ചേർത്തിട്ടുള്ള വേറെ പാക്കുകളുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ്, സൂപ്പറാണ് കേട്ടോ. ഇത് നമുക്ക് കാൽസ്യവും വിറ്റാമിനൊക്കെ കുറവുള്ളവർ ഇത് സ്ഥിരം കഴിക്കുന്നവരുണ്ടാവും കേട്ടോ. ബിക്കോസിൽസ് പോലെയുള്ള ഗുളികകളൊക്കെ നമുക്ക് സ്ഥിരം കഴിക്കാവുന്നതാണ്. ഡോക്ടർമാരോട് ചോദിച്ചിട്ടും കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സ്ഥിരം കാൽസ്യം വിറ്റാമിൻ കുറവുള്ളവർക്ക് ഇത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ മുടിയിൽ നമുക്ക് അപ്ലൈ എടുക്കാം കേട്ടോ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്നിട്ട് വൈകുന്നേരങ്ങളിൽ മുടി കെട്ടിവെക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്താലും മതി കേട്ടോ. തിരിച്ച് കളയണമെന്നില്ല. ഇനി അത് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒലിവ് ഓയിലിൽ ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂള് നമ്മൾ ചേർത്തിട്ട് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി. അരമണിക്കൂർ കഴിഞ്ഞ് വെറും വെള്ളത്തിൽ കേട്ടോ. വെറും വെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് വെക്കാം. വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ. ഇത് ചെറിയ ടിപ്സ് ആണല്ലോ അല്ലേ. അപ്പോൾ ഒലിവ് ഓയിൽ വീട്ടിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മിക്കവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒലിവ് ഓയിൽ, അതുപോലെ ആവണക്കെണ്ണ, ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അല്ലാതെയുള്ള കുറേ ആയുർവേദ ചെടികളും പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ വീടിന് ചുറ്റുമുള്ളത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാനത് പിന്നെയും പറഞ്ഞു തരാം കേട്ടോ, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. എന്നാലും പുതിയതായിട്ട് വന്ന ആൾക്കാർ വീഡിയോ എല്ലാം നിന്ന് നോക്കണം കേട്ടോ. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പറയുമ്പോൾ പിന്നെയും കേട്ടവർക്ക് ഒരു ആവർത്തന വിരസത വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ കൂടുതൽ പറയാത്തത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, നല്ലതാണ് കേട്ടോ. ഏറ്റവും സൂപ്പറാണ്, മുടി കൊഴിച്ചിൽ വരെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് തേച്ചിട്ട് ഇതിൻ്റെ റിസൾട്ടൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും എൻ്റെ അന്വേഷണം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം.